ഗായ്സ് മുത്തുപ്പനെ കാണാൻ പോണ് ഗൈസ്. റെഡിയായി, സമയം 4 മണി. നോക്കൂ, 4 മണി. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗാണ്. നമ്മൾ കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ എടുത്ത് പോകുന്നത് ഗൈസ്. ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട് വാർത്ത് കഴിഞ്ഞ് മുത്തപ്പന് നേർച്ചയായിട്ട് അരി കൊടുക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് പോണ്. ഞങ്ങളുടെ ഫാമിലിയും അച്ഛൻ്റെ അനിയൻ്റെ ഫാമിലിയും 2 അനിയന്മാരും അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 4 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമുക്കൊരു 3 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മളെല്ലാവരും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. വെളുപ്പിന് 4 മണിക്ക് ഇറങ്ങിയതല്ലേ, അപ്പം ഭയങ്കര ക്ഷീണമായിരിക്കും, ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ട് എല്ലാവർക്കും നല്ലോണം. അപ്പോൾ ഒരു കാലി ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ അമ്പലത്തിൽ പ്രസാദമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു 6 മണിയൊക്കെ സമയം, അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. ഇപ്പോൾ എല്ലാവരും ചായ മാത്രം മതി എന്നൊക്കെ പറഞ്ഞായിരുന്നു ചെന്നേ. അപ്പോൾ അവിടെ ഒരു ഉണ്ണിയപ്പമല്ല നെയ്യപ്പം പോലത്തെ ഒരപ്പം ഉണ്ടായിരുന്നു, വെള്ള കളറ്. പക്ഷെ മധുരമൊന്നും അധികമില്ല. അപ്പോൾ അത് മധുരമില്ല എന്നൊക്കെ കണ്ടപ്പോൾ ഞങ്ങളൊന്ന് കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായിട്ട് പിന്നെയും നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഗൈസ്. കുറേ ലോങ്ങുള്ളതുകൊണ്ട് അധികം വണ്ടിയിലെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, നിങ്ങളെ വെറുപ്പിക്കേണ്ട വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വണ്ടിയിൽ കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള അപ്പം തീർന്നിട്ടില്ല. അപ്പം ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുക. അത് കഴിച്ചിട്ട് വേണം വണ്ടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. കണ്ടോ, നേരമൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ. നമ്മളന്ന് രാവിലെ 4 മണിക്ക് ഇറങ്ങിയതാണ്. പിന്നെ വണ്ടി കയറിയാൽ മൊത്തത്തിൽ ഉറക്കമാണല്ലോ, അതും രാവിലെ ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഉറക്കമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ വെളുത്ത് വന്നു. നമ്മൾ അമ്പലത്തിലേക്ക് എത്താനായി. നമ്മൾ എന്തിനാ ഇത്ര രാവിലെ പോകുന്നതെന്ന് വെച്ചാൽ മുത്തപ്പൻ അവിടെ 5:30, വെളുപ്പിന് 5:30 തൊട്ടിട്ട് രാവിലെ 8:30 വരെ ഉണ്ടാവുള്ളൂ. അപ്പം 5:30 എത്തണമെങ്കിൽ നമ്മൾ 2 മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം. പിന്നെ ഞങ്ങൾ എല്ലാവരും റെഡിയായൊക്കെ വരേണ്ട താമസം കൊണ്ട് 4 മണിക്കേക്ക് ആക്കി. അപ്പം നമ്മൾ ഒരു 7 മണിയായപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ നമുക്ക് മുത്തപ്പനെ കണ്ട് തൊഴുത് അനുഗ്രഹമൊക്കെ മേടിക്കാനൊക്കെ പറ്റി. ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. സൺഡേയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തിരക്ക്. നമുക്കൊന്ന് ശ്വാസം വിട്ട് നിൽക്കാനുള്ള സ്ഥലമൊന്നുമില്ല, അത്രയ്ക്ക് ആൾക്കാരായിരുന്നു. നമ്മൾ പോയത് സൺഡേ ആണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. നമ്മൾ പാർക്കിങ്ങിൽ കൊണ്ടുപോയി വണ്ടി വെച്ചു. അവിടെ നിന്ന് കാണുന്നൊരു വ്യൂ ആണ് കായലിൻ്റെ, നല്ല രസമുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അമ്പലത്തിൽ തൊട്ട് മുന്നിൽ തന്നെ കായലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പറശ്ശിനിക്കടവ് അമ്പലം എങ്ങനെയാണ്, അത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അവിടെ ഒരു ബോട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ബോട്ടിലൊക്കെ കയറണം കേട്ടോ അച്ഛാന്ന്. അപ്പോൾ അച്ഛൻ നമുക്ക് ബോട്ടിലൊക്കെ കയറാമെന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിൽ നിന്ന് അമ്പലത്തിൽ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി. കണ്ടോ, ഇവിടെ എത്തുമ്പോൾ ഇതാണ് ഈ കടകളിലൊക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണോ നമുക്ക് എല്ലാം എടുത്തിട്ട് വരുന്നതും. എല്ലാ കടയിലും ലൈറ്റൊക്കെ വെച്ച് നല്ല നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന പോലത്തെ രീതിയിലാണ് അവരെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. കുപ്പിവളയും കമ്മലും കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗൈസ് വാങ്ങാണ്ട് അവിടെ നിന്ന് വരാൻ തോന്നില്ല, അത്രയ്ക്ക് നല്ല കളക്ഷൻസൊക്കെ അവിടെ ഉള്ളത്. പക്ഷെ ഭയങ്കര റേറ്റ് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മുല്ലപ്പൂ കണ്ടപ്പോൾ അവിടെ നിന്ന് വാങ്ങണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ വാങ്ങി നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കയ്യിലൊരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെൻ്റെ അച്ഛൻ മുത്തപ്പന് കൊടുക്കാൻ വേണ്ടി വരച്ചാണ്. അച്ഛൻ നല്ല പെൻസിൽ ഡ്രോയിങ്ങും അക്രലിക് പെയിൻ്റൊക്കെ ചെയ്യും. അങ്ങനെ അച്ഛൻ മുത്തപ്പനെ വരച്ച് മുത്തപ്പന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രെയിമൊക്കെ ചെയ്ത് കൊണ്ടുവന്നെയാണ്. ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. എന്നിട്ട് നമ്മൾ അവിടെയുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ സഹകരിച്ച് ഞങ്ങൾ പെട്ടെന്ന് മുത്തപ്പന് കൊടുക്കുകയൊക്കെ ചെയ്തു. പൊന്നോടാ ചെല്ലുമ്പോഴത്തേനും ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങളങ്ങനെ കുറേ നേരം 1 മണിക്കൂറോളം നിന്ന് മുത്തപ്പനൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് തിരിച്ചിറങ്ങി. എന്നിട്ടും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സൺഡേയും കൂടെ അല്ലേ, അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് വഴിപാടൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. നമ്മൾ അരി കൊടുക്കുന്നതിൻ്റെ ബില്ലൊക്കെ ആക്കണം. അപ്പോൾ അതിന് വേണ്ടി അവിടെ കുറച്ച് നേരം നിന്ന് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ചെരുപ്പൊക്കെ നമ്മൾ ഫ്രണ്ടിലായിരുന്നിട്ട് അങ്ങോട്ട് വന്ന് ചെരുപ്പൊക്കെ ഇട്ട് ഇനി മുത്തപ്പൻ്റെ പ്രസാദം കഴിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുമായിരുന്നു. അവിടെയും ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവിടെ നിന്നിട്ടാണ് ഉള്ളിലേക്ക് കയറിയത്. കണ്ടോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. അങ്ങനെ നമുക്ക് ഇരിക്കാനൊരു സീറ്റ് കിട്ടി. അങ്ങനെ നമ്മളവിടെ പോയിരുന്നു. ഇതെൻ്റെ അച്ഛൻ്റെ ചേച്ചിയാണ്, എൻ്റെ ശൈലാമ്മ. പിന്നെ പൊന്നൂർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇത് ജിഷാൻറ്റി, എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ, അതെൻ്റെ അമ്മ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ നമുക്ക് പ്രസാദം കിട്ടി. പയറ് പുഴുങ്ങിയതും തേങ്ങാക്കൊത്തും
ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. നമ്മൾ അത്രയും നേരം വിശന്നിരുന്ന് കഴിച്ചുകൊണ്ടാണോന്ന് അറിയില്ല, അല്ലെങ്കിലും അവിടുത്തെ പ്രസാദത്തിന് പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഭയങ്കര തിരക്കല്ലേ, ഇപ്പം അവിടെ നേർച്ച കൊടുക്കലൊന്നും നടക്കില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം പുറത്ത് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് എന്നിട്ട് ഭയങ്കര തിരക്കല്ലേ, നിൽക്കാൻ പോലും പറ്റില്ല. അപ്പോൾ എൻ്റെയൊക്കെ ഒരു കോലം കണ്ടോ, മുല്ലപ്പൂവൊക്കെ എങ്ങനെ വെച്ച് ഞാൻ ഉള്ളിലേക്ക് കയറുക. തിരിച്ചിറങ്ങിയപ്പോഴത്തേനും മുല്ലപ്പൂവൊക്കെ ഊരി വന്ന് ഞങ്ങൾ അല്ലറ ചില്ലറ സാധനങ്ങൾ കഴിക്കാനുള്ളതും ഓരോരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ബോട്ടിൽ കയറാമെന്ന് വെച്ച് ഞങ്ങളെല്ലാവരും, പിള്ളേരൊന്നും സ്വരം കൊടുക്കാത്തതുകൊണ്ട് ഇവരെ ഞങ്ങളെ ബോട്ടിൽ കയറ്റാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറാൻ വേണ്ടി പോവാണ്. ഇപ്പോഴും ഇവിടെ നമുക്ക് കുഞ്ഞു മക്കൾക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അവിടെയും ഭയങ്കര തിരക്കാണ്. കുറേ കുഞ്ഞു കുഞ്ഞു മക്കളെ ചോറ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് രസമാണ് ഗൈസ്. കുറേ കുഞ്ഞു കുഞ്ഞു തെങ്ങൊക്കെ കെട്ടി ഓരോരോ കുഞ്ഞു മക്കളെ കാണാൻ ഭയങ്കര രസമായിരുന്നു. ഇഷ്ടംപോലെ പിള്ളേരുണ്ടായിരുന്നു. ആ തിരക്കിനിടയ്ക്ക് അവർ ആ പിള്ളേരെയും കൊണ്ട് വെച്ച് നിൽക്കുന്ന സമ്മതിക്കണം, അമ്മാതിരി തിരക്കായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബോട്ട് സർവീസ് വളപട്ടണം വരെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ വിചാരിച്ചു പോയിട്ട് തിരിച്ച് വളപട്ടണം തിരിച്ചിങ്ങോട്ട് വരും, അരമണിക്കൂർ കഴിഞ്ഞാൽ വരികയെന്ന് തന്നെ. ഇപ്പം അങ്ങോട്ട് ട്രിപ്പ് പോയേക്കാൾ ബോട്ട് അരമണിക്കൂർ വേണ്ട. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അരമണിക്കൂറല്ലേ, കുറച്ചേരം അവിടെ ഇരുന്ന് പോയിട്ട് തിരിച്ച് വരാം, അപ്പോൾ അവിടുന്ന് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു. ഇതല്ലാത്ത പ്രൈവറ്റ് ബോട്ടുകളാണ്, അല്ലാണ്ട് സർക്കാർ ബോട്ടിലാണ് നമ്മൾ കയറാൻ നിന്നത്. അപ്പോഴാണ് അറിയുന്നത് ബോട്ട് വരാനായപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. അച്ഛനും വാവച്ചനും ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴാണ് അറിയുന്നത് അത് ഇവിടുന്ന് ട്രിപ്പ് പോയി വളപട്ടണം എത്തി, അവിടുന്ന് തിരിച്ച് 1:30ക്കാണ് തിരിച്ച് സർവീസ് ഉള്ളത്. അപ്പോൾ നമുക്ക് അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ബോട്ടിൻ്റെ മോഹം ഇവിടെ അവസാനിപ്പിച്ച് പിന്നെ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ബീച്ചിൽ പോകാമെന്ന്. അങ്ങനെ നമ്മൾ തിരിച്ചവിടുന്ന് പോയി നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. നമ്മൾ ഷാപ്പിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഷാപ്പിലേക്ക് പോവാണ് ഗൈസ്. തിരക്കാണ് ഈ സമയത്ത്, ഭയങ്കര ചൂടും തിരക്കും. നമ്മൾ തൊഴുത് അരി കൊടുക്കാതെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ മുത്തപ്പൻ്റെ ഇഷ്ടപ്രസാദമാണ് തെങ്ങും കള്ള്. നമുക്ക് അതേപോലെ നോൺ വെജൊക്കെ കഴിച്ചിട്ട് അമ്പലത്തിൽ കയറാനും പറ്റും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ല ഫുഡ് കഴിക്കാമല്ലോ, ഷാപ്പിൽ പോയാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കള്ള് ഷാപ്പിലേക്ക്, നമ്മുടെ അമ്പലത്തിൻ്റെ ആ വലിയ പാലം കഴിഞ്ഞിട്ട് അവിടെ തൊട്ടടുത്തൊരു ഷാപ്പുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ആ ഷാപ്പിലേക്ക് വന്നു. കുറച്ച് അവിടെ നിന്ന് ഉള്ളിലേക്ക് നടക്കാനുണ്ട്. വണ്ടി അവിടെ നമ്മൾ പാലത്തിന് താഴെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോകും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാവരും ഓടി ഒളിക്കുക. നല്ല തെങ്ങിൻ തോപ്പിൻ്റെ ഇടയ്ക്ക് കൂടിയൊക്കെയാണ് പോകേണ്ടത്. ഒരു കുഞ്ഞു ഇടവഴിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു, അതാണ് എല്ലാവരും ഓടുന്ന കാണുന്നത്. അങ്ങനെ അച്ഛനും ചാച്ചന്മാരൊക്കെ ഫ്രണ്ടിൽ പോയി, അവരെ പുറകെ ആയിട്ട് നമ്മൾ പോവാണ്. പശുക്കുട്ടിയൊക്കെ ഉണ്ട്, തെങ്ങിൻ തോപ്പാണ്. അപ്പോൾ ഇഷ്ടംപോലെ ഫാമിലീസ്, അമ്പലത്തിൽ വന്ന ഇഷ്ടംപോലെ ഫാമിലീസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷാപ്പിലേക്ക് പോവാണ് ഗൈസ്. അവിടെ വീഡിയോ ഒന്നും അലോ അല്ലായിരുന്നു. നമുക്ക് ഫുഡ് കഴിക്കുന്ന അവിടെ നമുക്ക് വീഡിയോ എടുക്കാം, പക്ഷെ അല്ലാണ്ട് ഷാപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ അല്ല ചെയ്യാൻ പറ്റില്ല. അവിടെ ഷാപ്പിൽ നിന്ന് നമ്മൾ ഭക്ഷണവും തെങ്ങിൻ കള്ള് കഴിക്കുന്നുണ്ടെങ്കിൽ അതും വാങ്ങിയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ഷെഡുകൾ പോലെ ഇങ്ങനെ ഉണ്ടാവും ആ ഷാപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ. അവിടെ പോയിട്ട് ഓരോ ഫാമിലീസും നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാവുന്ന സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് എത്ര വീഡിയോസും ഫോട്ടോസും വേണമെങ്കിൽ എടുക്കാം, അല്ലാണ്ട് ഷാപ്പിൻ്റെ ഉള്ളിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് അവിടെ എഴുതി ബോർഡ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോഴത്തേനും അച്ഛൻ എന്നോട് പറയാം, വീഡിയോ ഫക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് നിങ്ങൾ കാണുന്നത്, അവിടുത്തെ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി, നല്ല തലക്കറിയും കപ്പയും തെങ്ങും കള്ളും പോർക്കൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ കഴിക്കുകയാണ് എല്ലാവരും കൂടെ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. തലക്കറി എനിക്ക് വലിയ അത്ര ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പോർക്ക് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ അത് കഴിക്കുകയാണ്. പന്നിക്കറി വളരെ രസം.
അജവിടെ ഇരിക്കണം മിന്നിച്ചിട്ട് നീ ഇരുന്നു എന്നിട്ട് നീങ്ങി മൊബൈല് ഒന്നുകൂടെ ഇരിക്കോ തലെടുത്ത് കൈ പിടിക്കും അയ്യോ ഇത് വീഡിയോ കാണുമ്പത്തിന് മുഖം മറക്കുന്ന ടീമുകളെ ഇവിടെയുള്ള നല്ല ഭംഗിയാണ് കൈസ് തെങ്ങും തോപ്പൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു ഈ ഷാപ്പുള്ള സ്ഥലം. ഇങ്ങനെ കണ്ടോ ഓരോരോ കുഞ്ഞു കുഞ്ഞു ഷെഡ് പോലെ ആയിട്ട് ഓരോരോ ഫാമിലീസിന് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി പോകാൻ വേണ്ടി നോക്കുകയാണ്. എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അമ്പലത്തിലേക്ക് പോവാണ്. ഇനി നമ്മൾ മെയിനായിട്ടുള്ള സംഭവം നമ്മൾ കൊടുക്കാൻ വന്ന സംഭവം കൊടുത്തിട്ടില്ല അമ്പലത്തിൽ. അപ്പോൾ നമ്മൾ അരി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് തിരിച്ച് പോവാണ്. അപ്പോൾ കുറച്ച് നടക്കാണ്ട് എല്ലാവരും നടന്ന് പോവാണ്. നല്ല അടിപൊളി ഭക്ഷണം എന്നൊക്കെ അഭിപ്രായമൊക്കെ പറഞ്ഞ് തിരിച്ചു പോകും. അപ്പം പ്ലാനിങ് നടക്കുന്നുണ്ട്. ബോട്ടിൽ കയറിയിട്ടില്ല. ബീച്ചിൽ കൊണ്ടുപോകണം വെച്ചാൽ നമ്മളെല്ലാവരും ബീച്ചിൽ കൊണ്ടുപോകണം പറ്റിക്കലെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകും. അപ്പം ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ ഒന്നെങ്കിൽ ബീച്ചിലോ അല്ലെങ്കിൽ ബോട്ടിലോ കയറ്റണം. നിങ്ങളിപ്പോൾ ബോട്ടിൽ കയറ്റിയില്ല, അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ എന്തായാലും കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വഴിനീളെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കുറച്ചായിട്ടാണ് അമ്പലത്തിലേക്ക് അങ്ങനെ വരാണ്ടായേ. അല്ലെങ്കിൽ നമ്മൾ ഒട്ടുമിക്ക എല്ലാ വർഷവും പരമാവധി മുത്തപ്പനെ കാണാൻ വരാൻ നോക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഷാപ്പിലൊക്കെ വരലുള്ളതാണ്. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ടാണ് കുറച്ച് ഡിലേ ആയി. മെയിനായിട്ട് നമ്മുടെ വീട് പണി കുറച്ച് ഡിലേ ആയിപ്പോയിരുന്നു. അതാണ് ഇത്രയ്ക്ക് താമസിച്ചത് നമ്മൾ മുത്തപ്പൻ്റെ അടുത്ത് വരാൻ. അപ്പോൾ നമ്മൾ വീട് പണി ഏകദേശം കഴിയാനാവുമ്പോൾ നമ്മൾ അരി കൊടുക്കാമെന്നൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടുപണി പതുക്കെ കംപ്ലീറ്റായി വരികയാണ്. ഇപ്പോൾ അടുക്കളേൻ്റെയും കൂടി ഒരു പണിയുള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് മുത്തപ്പന് നേർച്ചയൊക്കെ കൊടുത്ത് തീർക്കാമെന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മളെല്ലാവരും കൂടെ ഒരു ചെറിയൊരു 1 ഡേ ട്രിപ്പ് പോകാമല്ലോ എന്ന് വെച്ച് വന്നതാണ്. ഇത് കണ്ണിൽ കുപ്പിവെള്ളം ഉണ്ടോ? നമ്മളപ്പോൾ തിരിച്ച് ഫുഡ് കഴിച്ചിട്ട് അവിടെ അമ്പലത്തിലേക്ക് സ്റ്റെപ്പ് വഴി ഇറങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ മേലെ വണ്ടി വെച്ചിട്ട് സ്റ്റെപ്പ് വഴി ഇറങ്ങിയാണ് വരുന്നത്. അപ്പോൾ അവിടെയുള്ള കടകളിലൊക്കെ ഓരോ സാധനങ്ങൾ കണ്ടിട്ട് നമുക്കിങ്ങനെ വാങ്ങണം എന്നുള്ള ഒരു മൈൻഡായിരുന്നു. എനിക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ സാധനങ്ങളും എല്ലാ കടയിൽ കൂടെ കയറി നോക്കിയിട്ടാണ് വന്നോട്ടിരുന്നത്. അങ്ങനെ കുപ്പിവളയും കമ്മലൊക്കെ കണ്ടില്ലേ ഗൈസ്. കമ്മലൊക്കെ കാണുമ്പോൾ എടുക്കാണ്ട് വരാൻ തോന്നില്ല. അത്രയ്ക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിനു മുന്നേ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി നമ്മുടെ വഴിപാടൊക്കെ കഴിച്ച് എന്നിട്ടാണ് നമ്മൾ ഈ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബീച്ചിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പയ്യമ്പലം ബീച്ചിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ലൊക്കേഷനൊക്കെ ഇട്ട് ബീച്ചിലേക്ക് പോവാണ്. ബീച്ചിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഉപ്പിലിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ നട്ട വെയിലത്താണ് ബീച്ചിലെത്തിയത് ഗൈസ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെ ബീച്ചിലെത്തിയിരിക്കുന്നു. നമ്മളങ്ങനെ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല നട്ട വെയിലത്താണ് നമ്മൾ ബീച്ചിലെത്തിയിരിക്കുന്നത്. ഒരു 12 മണി സമയത്തൊക്കെയാണ് നമ്മൾ ബീച്ചിലേക്ക് എത്തിയത്. അപ്പോൾ അവിടെ ഇരിക്കാനൊക്കെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്നത്. നല്ല തീറ്റയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഒരു നല്ല വെയിലാണെങ്കിലും എല്ലാവർക്കും കടലൊക്കെ കണ്ടുള്ള എക്സൈറ്റ്മെൻറ്റ്, കളിക്കാനൊക്കെ ഉള്ള ത്വരയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് കളിക്കാൻ പറ്റും. ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങാൻ പോവാണ്. ഇവിടെ മൊത്തം മണ്ണീശ്വര താന്നു പോകുന്നത്. അട്ട വെയിലത്ത് ബീച്ചിലത് ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അയ്യോ നല്ല അടിപൊളി വെയിലായിരുന്നു. കാല് നമ്മൾ ചെരുപ്പിട്ടിട്ട് വണ്ടിയിലുള്ളിൽ മൊത്തം മണ്ണ് അവിടെ വെച്ച് ചെരുപ്പ് ഊരിയിട്ടാണ് പോകുന്നത്. മണ്ണിലൊക്കെ ചവിട്ടുമ്പോൾ എന്തോ ചൂടായിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് കളിക്കാൻ എല്ലാവരും പാൻ്റൊക്കെ കയറ്റി വെച്ച് കളിക്കാൻ തയ്യാറായിട്ട് പോകുന്നത് കണ്ടോ. ചാടി പോകുന്നുണ്ടല്ലോ. ഇറ്റുങ്ങളെയൊന്നും വിളിച്ചിട്ട് പിന്നെ വരുന്നേ ഇല്ലായിരുന്നു. കടലിൽ തന്നെ കളിയായിരുന്നു. അങ്ങനെ നമ്മൾ കളിക്കാൻ ഇറങ്ങി ഗൈസ്. നല്ല രസം. എനിക്കൊക്കെ ഫസ്റ്റ് ചെറിയൊരു വലിയ തിരക്ക് വരുമ്പോൾ ചെറിയൊരു പേടിയുണ്ടെങ്കിലും പിന്നെ സെറ്റായി. പിന്നെ നമ്മൾ കളിക്കാനങ്ങ് ഇറങ്ങി. പിന്നെ അങ്ങോട്ടെല്ലാവരും ഓട്ടവും ചാട്ടമൊക്കെ ആയിരുന്നു. എന്താടി പറ്റു.
പിന്നെ വെയിൽ നല്ല ശക്തമാവാൻ തുടങ്ങിയപ്പോഴത്തേനും നമ്മൾ കളിയൊക്കെ മതിയാക്കി ഞങ്ങൾ മേലേക്ക് കയറി അവിടെ പോയി ഇരിക്കാന്നുള്ള രീതിയിലായി. അപ്പം ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പം അമ്മമാർക്കൊക്കെ വാഷ്റൂമിലൊക്കെ പോകേണ്ടതുകൊണ്ട് നമ്മൾ പാർക്കിലേക്ക് പോയി. നമുക്ക് കുറച്ച് നേരം കളിക്കുകയും ചെയ്യാം, അവർക്ക് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് റിലാക്സായി, വെയിലൊക്കെ നല്ല തണലാണല്ലോ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാമെന്നൊക്കെ വെച്ചാൽ അങ്ങനെ നമ്മൾ പാർക്കിൽ പോയി ഊഞ്ഞാലൊക്കെ ആടി ഞങ്ങളവിടെ കുറച്ച് നേരം വിശ്രമിച്ചു. ഇപ്പോഴും ചെക്കന്മാരൊന്നും വന്നിട്ടില്ല, അവർ കടലിൽ തീർത്ത് കളിയാണ്. നമുക്ക് വെയിലായിട്ട് സഹിക്കാൻ വേണ്ടി ഞങ്ങൾ പാർക്കിലേക്ക് വന്ന് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്നു. ഊഞ്ഞാലും കുഞ്ഞു പിള്ളേർ വരുന്ന സ്ലൈഡും എവിടെ കണ്ടാലും എനിക്കതിനകത്തൊന്ന് കയറി ഇങ്ങനെ സമാധാനം കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. അപ്പോൾ ഇവിടെ കുഞ്ഞുമക്കൊക്കെ കയറാനുള്ള സ്ലൈഡാണ് അതൊക്കെ. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുഞ്ഞുമക്കൊക്കെ മാത്രമേ കയറാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ വലിയ ആൾക്കാരും കയറുന്നുണ്ട്. അങ്ങനെ ഞാനും സ്ലൈഡിലൊക്കെ ഓർന്നു. നല്ല വെയിലായിരുന്നു ഗൈസ്, പൊള്ളിപ്പോയി. ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ ഊഞ്ഞാലൊക്കെ ആടിയിരിക്കുമ്പോഴത്തേനും ഇവർ കടലിലെ കളിയൊക്കെ കഴിഞ്ഞ് അച്ഛനും ചാച്ചന്മാരും ചെക്കന്മാരൊക്കെ വന്ന് അപ്പോൾ അവരും കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഉപ്പിലിട്ടതും ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ എല്ലാവരും ഇരുന്നു. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ വീട്ടിലേക്ക് തിരിച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കാറിൽ കയറിയാൽ മൊത്തം ഉറക്കമാണ്. പിന്നെ എല്ലാവരും ക്ഷീണം കൊണ്ട് അത്രയും വെയിലൊക്കെ കൊണ്ടില്ലേ, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവ് പോയ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ അടുത്ത വ്ളോഗുമായി